പ്രളയ സമയത്ത് ഒരാൾക്ക് ഭക്ഷണം കഴിക്കാൻ പാടില്ലേ? അത് ഇത്ര വലിയ തെറ്റാണോ? തെറ്റൊന്നുമല്ല. 2018 2026 ഭക്ഷണം കഴിക്കുന്നത് തെറ്റൊന്നുമല്ല. ഇനിയിപ്പോ ഭക്ഷണം കഴിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ 5 വർഷം ഈ പറഞ്ഞ പ്രായം ജീവിക്കുന്നല്ലോ ഉറപ്പുണ്ടോ? ഇല്ലല്ലോ. ഇപ്പൊ എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രളയം വന്നു, അതായത് അൺഎക്സ്പെക്ടഡ് ആയിട്ട് വന്നതാണ്. ഒറ്റ രാത്രി കൊണ്ട് മഴ പെയ്തു, അതായത് ഒരു ഡാമും തുറന്നു വിടാതെ മഴ പെയ്ത് ഒഴുകാൻ പറ്റാതെ പെട്ടെന്ന് രണ്ട് നിലയുള്ള ആൾക്കാർക്ക് ഓക്കെ, ഒരു നിലയിൽ നിന്ന് മാറി മറ്റൊരു നിലയിലേക്ക് പോകാം. അല്ലാതെ വീടുകളിലുള്ളവർക്കാണ് പണി കിട്ടിയത്. ഏറ്റവും വലിയ വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രളയം വന്ന സമയത്ത് ഈ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ വി.ഡി. സതീശൻ നേരത്തെ കുറച്ച് പരിപാടികൾ ചാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഷെഡ്യൂൾ ചെയ്ത പരിപാടിയിൽ നിന്ന് അദ്ദേഹത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു മാറ്റാൻ പറ്റാത്തതിന് അതുകൊണ്ട് 3 മണിക്കാണ് ഇദ്ദേഹം ഒരു തങ്ങളുടെ വീട്ടിൽ പോയിട്ട്, പൊന്നാനിയിലെ വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിച്ചത്. നല്ല വിഭവസമൃദ്ധമായിട്ടുള്ള ഫുഡായിരുന്നു കഴിച്ചിരുന്നത്. പക്ഷെ ഫുഡ് കഴിച്ചതൊന്നും ഇവിടെ ഒരാൾക്ക് വിഷയമല്ല. ആ ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോ ഈ കേരളത്തിലെ ഈ ഒരു അവസ്ഥയെ പറ്റി അദ്ദേഹത്തിന് സംസാരിക്കാമല്ലോ. അല്ലെ, എവിടെയാണെങ്കിൽ സംസാരിക്കാമല്ലോ. പ്രത്യേകിച്ച് ഇങ്ങനെ അവിടെ പോയി കഴിഞ്ഞപ്പോ ന്യൂസ് ചാനൽ ആൾക്കാരുണ്ട്, റിപ്പോർട്ടേഴ്സ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. അവരുടെ മുന്നിൽ ഇക്കാര്യം സംസാരിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി പ്രളയം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം എന്ത് ചെയ്തു? വീട്ടിലേക്ക് തിരിച്ചെത്തി, അതായത് ആ സ്ഥലത്ത് തിരിച്ചെത്തി കഴിഞ്ഞപ്പോഴെങ്കിലും ഇയാൾക്ക് അവിടെ ഒന്ന് പോകാമല്ലോ. ഇദ്ദേഹത്തിന് പോകണ്ട എന്ന് സംസാരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. ഉച്ച കഴിഞ്ഞിട്ടാണ് ഇന്ന ആൾക്ക് ഇത്ര ധനസഹായം ഞങ്ങൾ കൊടുക്കുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഇദ്ദേഹം കൊടുക്കുന്ന ന്യായീകരണം ഇങ്ങനെയാണ്, അതായത് 2018 2019 അന്നത്തെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ നിരാഹാരത്തിലായിരുന്നു എന്ന് അറിഞ്ഞില്ല എന്ന്. കേരളത്തിലൊരു മുഖ്യമന്ത്രിയായ വി.ഡി. സതീശൻ പറയേണ്ട വാക്കാണോ അത്? അതായത് ഇപ്പോഴത്തെ കാര്യം എന്താണോ അതാണ് നോക്കേണ്ടത്. 2018 2019 കണക്കെടുത്ത് നോക്കാനാണെങ്കിൽ നമുക്ക് അങ്ങേരെ തന്നെ മുഖ്യമന്ത്രി ആക്കിയാൽ പോരെ, 3.0 ആക്കിയാൽ പോരെ. നമുക്കിപ്പോ കേരളത്തിൽ ചിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും ഇപ്പൊ ചിരിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി മതിയായിരുന്നു. ഇപ്പൊ കുറച്ച് ആളുകൾക്ക് ചിരിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി ഇപ്പൊ വേണ്ടാത്ത അവസ്ഥയായിട്ടുണ്ട്. കാരണം വേറൊന്നുമല്ല, ഇന്നലെ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. ഒരമ്മ ആറന്മുളയില് ദുരിതാശ്വാസ ക്യാമ്പിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അമ്മയോട് പത്രപ്രവർത്തകർ ചോദിച്ചതാണ്, ഏത് മാധ്യമമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, മെയിൻ സ്ട്രീം, ഇതിനോടകം തന്നെ വാർത്തയായതാ. അപ്പൊ പറയണ്ടായിരുന്നു ഇതിനേക്കാൾ എന്തോരം ഡീസന്റ് ആണ് പിണറായി വിജയൻ എന്ന് പറയണ്ടായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പം രാവിലെ അമ്മയുടെ സംസാരം കേട്ടാ അറിയാം, അമ്മ നോർമലി മനസ്സിൽ തട്ടിയെടുത്ത് പറയുന്ന വാക്കുകളാണത്. അത് കഴിഞ്ഞ് ഏതാനും സമയം കഴിഞ്ഞപ്പോ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തില് അതിന്റെ സത്യാവസ്ഥ അറിയണം, അങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ സത്യാവസ്ഥ അറിയണമെന്ന് പറഞ്ഞ് അന്വേഷിച്ച് ചെന്നപ്പോഴാണ് മനസ്സിലായത് എന്താ ബിജില് എന്ന് പറഞ്ഞിട്ടുള്ള ഏതോ ഒരു സഖാവാണ് അമ്മയെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചെന്നാണ് പറഞ്ഞത്. അപ്പോ അമ്മ പറഞ്ഞു എനിക്ക് അറിയത്തില്ല, എന്നോട് ഇങ്ങനെയൊക്കെ പറയാൻ പറഞ്ഞു, അപ്പൊ ഞാൻ അങ്ങ് പറഞ്ഞതാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ മെയിൻ സ്ട്രീംസ് മാധ്യമം വഴിയാണ് നമുക്ക് ഈ വാർത്ത കിട്ടിയത്. ഇപ്പൊ ഞാനോ അരുണിമയോ അവിടെ പോയി ആ അമ്മയോട് ചോദിച്ച വാർത്തയല്ല, അത് പറഞ്ഞതല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ മെയിൻ സ്ട്രീംസ് മാധ്യമം അത് മാറ്റി പറയണം. കാരണം ഞങ്ങൾ ഇങ്ങനെ പൈസ കൊടുത്ത് ചെയ്യിപ്പിച്ചതാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ഇരിക്കെ തന്നെ ആ അമ്മയോട് ഇങ്ങനെ പ്രലോഭിപ്പിച്ചിട്ടാണ് ആ അമ്മ അങ്ങനെ പറഞ്ഞതെന്ന് മെയിൻ സ്ട്രീംസ് മാധ്യമം അങ്ങനെ എടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ എന്താ വിചാരിക്കേണ്ടേ? വാർത്ത കൊടുത്ത മാധ്യമം അത് തെറ്റാന്ന് പ്രചരിപ്പിക്കാത്ത അത്രയും നാള് ആ വാർത്ത സത്യമാണ്. ഇപ്പം ഒരു വാർത്ത പറയുമ്പോൾ അതിന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമ്മളാണ് റിയാക്ഷൻ വീഡിയോ ഇടും. അപ്പൊ അതിന്റെ റിയാക്ഷൻ വീഡിയോ ആയിട്ട് മറ്റൊരു പെണ്ണ്, അതായത് ഒരു പെൺകുട്ടിയാണ്, ആ ചോദിക്കുന്ന പെൺകുട്ടിയുടെ മുഖമൊന്നുമില്ല, അമ്മ ഒരു വാർത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ എന്തോരം സത്യാവസ്ഥ ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ആദ്യം പറഞ്ഞത് കള്ളമാണെങ്കിൽ രണ്ടാമത് ഈ പെൺകുട്ടി പറയിപ്പിച്ചല്ല നമുക്ക് പറയാൻ പറ്റുമോ? നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ഞാൻ രാവിലെ അരുണിമ ഒരു കാര്യം മാധ്യമങ്ങളോട് പറയുന്നു, ഇപ്പോഴത്തെ സർക്കാരിനെ കുറ്റപ്പെടുത്തി പറയുന്നു. ഉച്ച കഴിഞ്ഞിട്ട് വേറൊരാൾ അരുണിമയോട് കുത്തി പറഞ്ഞിട്ട് ചോദിക്കുകയാണ്, അരുണിമ ഇങ്ങനെ പറഞ്ഞല്ലോ, അതിൽ അരുണിമ ഉറച്ചു നിൽക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അരുണിമയ്ക്ക് ഒന്നുകൂടി സംശയം തോന്നും, ഞാൻ പറഞ്ഞ തെറ്റോ ശരിയോ സംശയം തോന്നും. അപ്പൊ അരുണിമ പറയും സേഫ് ആയിട്ട് എല്ലാവർക്കും നിൽക്കണമല്ലോ, ഞാൻ അങ്ങനെ പറഞ്ഞാന്ന് പറയും. അങ്ങനെ ആയിക്കൂടെ? അല്ലാന്നുണ്ടെങ്കിൽ ആ ബിജിൽ എന്ന് പറഞ്ഞ ആള് തന്നെ വന്ന് രംഗത്ത് വന്ന് പറയണം, അല്ലെങ്കിൽ ഈ ടെലികാസ്റ്റ് ചെയ്ത മാധ്യമം, മുഖ്യധാര മാധ്യമം വന്ന് പറയണം എനിക്കിങ്ങനെ അബദ്ധം പറ്റി പോയതാണ്. ഇത് രണ്ടും പറ്റാത്ത സ്ഥിതിക്ക് സംതിങ് ഫിഷി എന്തോ അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഇതൊന്നും അല്ല വിഷയം. നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഈ പ്രളയത്തിന്റെ സമയത്ത്, ഇത് ആദ്യമായിട്ട് കേരളത്തിൽ വന്ന പ്രളയമല്ല, നമ്മളെല്ലാം കണ്ട 2018 ഒരു പ്രളയം കണ്ടായിരുന്നു. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ, പക്ഷെ അത് മനുഷ്യനിർമ്മിതമാണെന്ന് പറയുന്നുണ്ട്, അല്ലാന്നും പറയുന്നത്. അതിലേക്ക് നമ്മൾ കൂടുതൽ പോകുന്നില്ല. കാരണം എന്തും ആയിക്കോട്ടെ, കാരണം ജനങ്ങൾ അന്ന് ഒരുപാട് ദുരിതം അനുഭവിച്ചതാണ്, ഒരുപാട് പേര് ദുരിതാശ്വാസ ക്യാമ്പിൽ അഭയം തേടിയതാണ്. നമ്മൾ ഉൾപ്പെടെ പല ആളുകളും വസ്ത്രം, ഭക്ഷണം, അതേപോലെ അവർക്ക് എന്താണോ വേണ്ട സാനിറ്ററി നാപ്കിൻസ് ഒക്കെ കൊടുത്തതാണ്. എല്ലാം ജാതി മത ഭേദമന്യേ, പണവും പണക്കാരും പാവപ്പെട്ടവനും ഒന്നും അല്ലാതെ എല്ലാം ഒറ്റ കുടക്കീഴിൽ നിൽക്കണേക്കാൾ നമ്മൾ കണ്ടതാണ്. ആ സമയത്ത് അവർ ദുരിതാശ്വാസ ക്യാമ്പിൽ പോയി കഴിഞ്ഞപ്പോൾ ഇത്രയും ആളുകളല്ല, അന്ന് ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. പല സ്കൂളുകളിലുമാണ് ദുരിതാശ്വാസ ക്യാമ്പ് തുടങ്ങിയത്. അവർക്കൊന്നും ഒരു തട്ടലും മുട്ടലും ഒന്നും ഉണ്ടായില്ലല്ലോ. പരാതി നമ്മൾ കേട്ടിരുന്നോ? ഇല്ല.
പക്ഷെ ഇന്നലെ ഒരു മാധ്യമത്തിൽ വന്ന വാർത്തയിലാണ് നമ്മളത് കേട്ടത്. അവരപ്പൊ ആദ്യം അങ്ങനെ പറഞ്ഞിട്ട് അവരുടെ അഭിപ്രായത്തെ വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോ മാറ്റി പറയണമെങ്കിൽ അവിടെ എന്തോരം സ്വാധീനം ഉണ്ടാവും. അതെ, ആദ്യം അത് മനസ്സിൽ തട്ടി പറഞ്ഞ കാര്യം. അങ്ങനെ പറഞ്ഞിട്ട് ആ അമ്മ പോയി, അവിടുന്ന് പോയി. രണ്ടാമത് ആ അമ്മേനെ പിടിച്ചിരുത്തി, അതായത് ഇങ്ങനെ ഇരുത്തിയിട്ട് അമ്മയെ കൊണ്ട് പറയിപ്പിക്കുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടത്. അതിന്റെ സത്യാവസ്ഥ ഇനി എന്താണെന്ന് അറിയാം. ഒന്നില്ലെങ്കിൽ ആ അമ്മ പറയിപ്പിക്കുന്നു പറഞ്ഞ ബിജിലും വന്നിട്ട് സത്യാവസ്ഥ അല്ലെങ്കിൽ മുഖ്യധാര മാധ്യമം വന്ന് രേഖപ്പെടുത്തണം, അല്ലാതെ നമുക്കറിയില്ല. പിന്നെ നിരാഹാരം കിടക്കാനൊന്നും ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. കാരണം നിരാഹാര സമരം ഒരു സമരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യാനും പറ്റില്ല. കാരണം പ്രളയം എന്ന് പറഞ്ഞ സമയം, പ്രളയം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അറിയാതെ നമ്മൾ ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാതെ വരുന്ന ഒരു കാര്യമാണ്. മഴക്കാലമാണ്, പ്രത്യേകിച്ച് ഇപ്പോ ഒരു ഡാമും തുറന്നു വിടാതെ ഇത്തരം പ്രളയം ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ കേരളം ഇനി അടുത്ത പ്രാവശ്യം കുറച്ചും കൂടി മുൻകരുതൽ എടുക്കേണ്ടതുണ്ട്. അതാണ് അതിന്റെ അർത്ഥം. അങ്ങനെ ഇരിക്കുമ്പോ ഈ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ ഈ പരിപാടി, അതായത് 1-ാം തീയതി 2-ാം തീയതി ഇന്ന പരിപാടി ഞാൻ ഏറ്റിട്ടുണ്ട്, പക്ഷെ അത് ഈ പ്രളയം വരുമ്പോ അദ്ദേഹത്തിന് മാറ്റിക്കൂടെ? അതെ, മാറ്റുകയല്ലേ ചെയ്യേണ്ടത്. കഴിഞ്ഞ വർഷം 2018-ലും 2019-ലും ഇങ്ങനെ പ്രളയം ഉണ്ടായിക്കഴിഞ്ഞപ്പോ സകല പരിപാടിയും ചാർട്ട് ചെയ്ത് മാറ്റിയിട്ട് അവിടേക്ക് പോയൊരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ വെച്ചിട്ട് ഇദ്ദേഹത്തെ കമ്പയർ ചെയ്ത് നോക്കുന്ന ആളുകൾക്ക് മനസ്സിലാകും എന്താണ് പ്രശ്നം എന്നുള്ളത്. അല്ലാതെ അദ്ദേഹം നിരാഹാരം കിടക്കണമെന്നോ അല്ലാതെ 5 വർഷം അയാൾ ഇങ്ങനെ ഭക്ഷണം കഴിക്കരുതെന്നോ ഒന്നും കേരള ജനത പറഞ്ഞിട്ടില്ല. കാരണം 2018-ലെ മുഖ്യന് നോക്കുമ്പോൾ ഈ മുഖ്യന് കുറച്ച് മാറ്റങ്ങൾ വേണം. കാരണം കുറച്ചും കൂടി ആളുകൾക്ക് വേണം. ഇപ്പൊ ആറന്മുളയിലെ അബിൻ വർക്കി, അദ്ദേഹം അവിടെ തിരിഞ്ഞു പോയി നോക്കിയിട്ടില്ല ഒരു വാർത്തയുണ്ട്. പല ചാനലുകളും പറയുന്നുണ്ട്. നമുക്ക് അതിന്റെ സത്യാവസ്ഥ അറിയില്ല. കാരണം അദ്ദേഹം അവിടെ പോയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള അറിയില്ല. കാരണം ഇനിയിപ്പോ നമുക്ക് പ്രതികരിക്കാൻ പേടിയാ. കാരണം ഏതാ ശരി തെറ്റെന്ന് അറിയില്ല. ചിലപ്പോ ഇപ്പൊ പറയുമ്പോ 2 ദിവസം കഴിയുമ്പോൾ മാറ്റി പറയുന്നതിനെ കൊണ്ട് പറയിപ്പിച്ചതാന്ന് പറഞ്ഞു വരും. അപ്പൊ ശരി, ഒന്നില്ലെങ്കിൽ വാർത്ത കൊടുക്കുന്ന മാധ്യമങ്ങൾ കറക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ മുഖ്യമന്ത്രി കുറച്ചും കൂടി ശ്രദ്ധ ചെലുത്തണം. കാരണം ഭക്ഷണം കഴിക്കാൻ പാടില്ലെന്നല്ല നമ്മൾ പറഞ്ഞേക്കുന്നത്. ഭക്ഷണം നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്തതാണെങ്കിൽ പിന്നെ സോനം വാങ്ചുക്കിനൊപ്പം നമ്മൾ നിരാഹാരം കിടക്കണം. അത്രമാത്രം ഇവിടെ കേരളത്തിൽ ഇപ്പൊ വലിയ സംഭവമില്ല. പക്ഷെ PSCയുടെ സംഭവം ഉണ്ട്, അവിടെ ആരും നോക്കുന്ന പോലുമില്ല. അപ്പൊ ശരിക്കും പറയാം, ഈ മുഖ്യമന്ത്രിയുടെ ഈ ഒരു പ്രസ്താവന ശരിയാണെന്ന് അരുണിമയ്ക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, തോന്നുന്നില്ലല്ലോ. അത് തന്നെയുള്ളൂ കാര്യം. കേരള ജനതയ്ക്ക് ഏറെക്കുറെ കാര്യങ്ങൾ വ്യക്തമായി. പക്ഷേ ഈ അന്ധമായിട്ട് ഓരോ പാർട്ടിയിൽ വിശ്വസിക്കുന്ന, അതിപ്പോ എല്ലാ പാർട്ടി ആണെങ്കിലും കോൺഗ്രസ്, CPM, BJP ആരാണെങ്കിലും അവര് പറയണേക്കാൾ കൂടുതൽ നേതാക്കന്മാര് പറയണ അങ്ങനെ തന്നെ വിശ്വസിച്ച് അത് തന്നെ അഡാപ്റ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് ആളുകൾക്ക് നമുക്ക് ഒരു കാലത്തും അവരെ തിരുത്താൻ പറ്റില്ല. അവര് നിരാഹാരം കിടക്കാനല്ല പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്താ ഉദ്ദേശിച്ചത്. പക്ഷെ അവർക്ക് മനസ്സിലാവില്ല. സോ അവർക്ക് നിരാഹാരം കിടക്കുവാണെങ്കിൽ അവർ കിടന്നോട്ടെ. പക്ഷെ കേരളത്തിലെ ജനതയും 2018 2026 വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പറയുന്ന നിരാഹാരം കിടക്കാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. പിന്നെ 2018-ലും 2019 നിരാഹാരം കിടന്ന ഒരു മനുഷ്യരും അല്ല പിണറായി വിജയൻ. അദ്ദേഹത്തിന്റെ ഹെൽത്തും ആരോഗ്യവും വയസ്സും വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന് അതിനെക്കൊണ്ട് കഴിയത്തില്ല എന്നുള്ള എല്ലാവർക്കും അറിയാം. പക്ഷെ 2018-ലെയും 2019-ലും കമ്പയർ ചെയ്യാനാണ് ഇപ്പോഴത്തെ VD സതീശൻ വന്നതെങ്കിൽ VD സതീശൻ ഈ മുഖ്യമന്ത്രി സ്ഥാനം അലങ്കരിക്കാനോട് ഒരു അർത്ഥമില്ല. കാരണം അവരേത് മാറാൻ വേണ്ടിയിട്ടാണ് ജനങ്ങൾ ഇവർക്കും അധികാരം കൊടുത്തത്. 2.0 ഉണ്ടായി, 3.0 വരുന്ന എല്ലാരും വിശ്വസിച്ചു. നമ്മൾ കൊടുത്തോ? ഇല്ല. എന്തുകൊണ്ടാ? നമുക്കൊരു മാറ്റം വേണം. കാരണം ഏകാധിപത്യ ഭരണത്തിൽ നിന്ന് ഒരു മാറ്റം വേണം. ആ മാറ്റം ഇദ്ദേഹത്തിന് ഉണ്ടാവുമെന്ന് വെച്ചിട്ടാണ് ഇദ്ദേഹത്തെ കൊടുത്തത്. പിന്നെ ഇദ്ദേഹം മുഖ്യമന്ത്രി ആയത് എങ്ങനെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം മുസ്ലിം ലീഗിന്റെ അന്ധമായിട്ടുള്ള പിടിവാശി കൊണ്ട് മാത്രമാണ് VD സതീശൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് എത്തിയത്. ആ മുഖ്യമന്ത്രി സ്ഥാനത്ത് എത്തിയോണ്ട് VD സതീശൻ തങ്ങൾ വിളിച്ചാൽ പോകണം, ഇല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം സതീശൻ ഇരിക്കണോ വേണോ തങ്ങൾ തീരുമാനിക്കും. അത് സതീശന് ഇൻഡയറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല, ഡയറക്റ്റ് ആയിട്ട് സമ്മതിക്കാനും പറ്റൂല. അപ്പൊ സതീശൻ കണ്ട ഒരു മാർഗമാണ് നിരാഹാരം. അത് നമ്മൾ അംഗീകരിക്കേണ്ട കാര്യമില്ലല്ലോ. അതാണ് കാര്യം.